ശ്രീ രാജഗോപാൽ കമ്മത്ത്, അങ്ങ് ഇറ്റലിയിൽ ഒരു ട്രെയിൻ യാത്രക്കിടെയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ 150 അടിയോളം ഉയരം നിന്ന് മണ്ണ് ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഈ 400 തടിക്കഷ്ണങ്ങൾ കയറ്റി വന്ന അർജുൻ്റെ ലോറി മണ്ണിനടിയിലായെന്നായിരുന്നു ആദ്യ നിഗമനം. ഇപ്പോൾ പുഴയിലാണോ എന്ന സംശയം ഉയരുന്നു. ഇനി എന്ത് സംഭവിക്കും? തടി കയറ്റി വന്ന ലോറിയാണത്. നേരത്തെ ടാങ്കർ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങി നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. കാരണം ടാങ്കറിനകത്ത് വായു ഉണ്ട്, അതുകൊണ്ടാണ് ആ ടാങ്കറിന്റെ ക്യാപ്സ്യൂൾ ഇങ്ങനെ നദിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ തടി കഷ്ണങ്ങൾ അവിടെ എവിടെയെങ്കിലും കാണണ്ടേ? ധാരാളം തടി കയറ്റി വന്ന ലോറിയല്ലേ, അത് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് തടി പുഴയിലുണ്ടെന്ന് പറയുന്നത്? അത് മാത്രമല്ല, GPS സിഗ്നലും മറ്റും ലഭിച്ചത് കരയിൽ നിന്നാണ്. അപ്പോ എനിക്ക് എന്റേതായിട്ടുള്ള സംശയങ്ങളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മൾ സൈന്യവും മറ്റു ഏജൻസികളും പറയുന്നത് തൽക്കാലം വിശ്വസിച്ചേ മതിയാകും. അല്ല സാർ, ഈ സമയത്ത് എല്ലാ സംശയങ്ങളും ഉപരിതലത്തിൽ ഉയർന്നു കേൾക്കണം. അങ്ങയുടെ സംശയങ്ങൾ എന്താണ്? പറയൂ. അതായത് ഇമ്പാക്ട് വളരെ ഫലപ്രദമായിട്ട് നേരിടുന്ന വണ്ടിയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളിൽ ഒരാളാണ് പെൻ. അപ്പൊ അവർക്ക് അവരുടെ ക്യാബിൻ സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മൊബൈലിന്റെ റിങ് കേൾക്കുകയും GPS കരയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. പിന്നീട് മറ്റൊരു കാര്യം പറയാൻ ഭാരത് ബെൻസിന്റെ തന്നെ അല്ലെങ്കിൽ പെൻസിന്റെ ചിപ്പുകൾ അതിനകത്തുണ്ട്. സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇതിന്റെ സർവീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് ഭാരത് ബെൻസിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ചിപ്പുകൾ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ചിപ്പുകൾ എങ്ങനെയെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭാരത് ബെൻസിന്റെ സഹായം തേടിയിട്ടുണ്ട്. ആ ചിപ്പുകൾ ചിലപ്പോൾ സാറ്റലൈറ്റുമായിട്ട് ഡാറ്റ നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിച്ചതുമായിട്ടുള്ള ചിപ്പുകളായിരിക്കണം. അപ്പോ അത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താനായിട്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ കണക്കിലെടുക്കേണ്ടതാണ്. ഏതായാലും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ധാരാളം താമസിച്ചു പോയി. കാരണം ഓപ്പറേഷൻ ഫലപ്രദമായിട്ട് തുടങ്ങാൻ. അപ്പൊ അത് തന്നെ ഒരു വളരെ ദുഃഖകരമാണ് ശരിക്കും. നമ്മൾ ഇത്രയും സംവിധാനങ്ങളുള്ള സ്ഥിതിക്ക് ഇപ്പം GPS കുറിച്ചൊക്കെ സംസാരിച്ച് സോണാറിനെ കുറിച്ചും റഡാറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ട് 24 മണിക്കൂറൊക്കെ ആയിട്ട് മനുഷ്യൻ ജീവനുകളല്ലേ. മറ്റൊരു കാര്യമുണ്ടോ, ക്യാബിനുള്ളിൽ ഓക്സിജനുണ്ട്, ജലവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒഴിവാകും. പക്ഷെ അതിനകത്ത് കൂടുതൽ മനുഷ്യർ ജീവനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാർബൺ ഡയോക്സൈഡ് അവർ പടരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ബോധക്കേടും അസ്ഫിക്സിയേഷനൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ പ്രതീക്ഷ നമ്മൾ കളയണ്ട. കാരണം മഴവെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതിനകത്ത് എയർ ഫോഴ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുറച്ച് വായു മതി ശരിക്കും. നമ്മൾ സാധാരണ ശ്വസിക്കുന്നത് പോലെയുള്ള അത്രയും വായു വേണ്ട. ജീവൻ 8 നാളൊക്കെ സുരക്ഷിതരായിരിക്കാൻ തക്ക വിധം വായു അതിനുള്ളിൽ ഉണ്ടാകും. അതാണ് ഒരു പ്രതീക്ഷ. കാരണം ഏതെങ്കിലും കാരണവശാൽ ഇത് കരയിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ 10-15 ദിവസം കഴിഞ്ഞ് കിട്ടിയിട്ടുള്ള ചരിത്രമുണ്ട് ശരിക്കും ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ്സിലൊക്കെ. അപ്പോ ഇത് സുരക്ഷിതമായ ഒരു ക്യാബിന്റെ ഉള്ളിലാണ്. ഇമ്പാക്ട് കൊളിഷൻസ് ടെസ്റ്റ് ചെയ്ത് ഫലപ്രദമെന്ന് തെളിയിച്ചിട്ടുള്ള ക്യാബിനാണ്. പക്ഷെ സാർ, നമ്മളിപ്പോഴും ഈ ഭാരത് ബെൻസിന്റെ ലോറി, നമ്മുടെ മനസ്സിലൊരു ഒരു ഒരു രൂപമുണ്ട് ഭാരത് ബെൻസിൻ്റെ ലോറിക്ക്. അത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിൽ തിരഞ്ഞ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ലോറി അങ്ങനെ തന്നെ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്ന ഒരാഗ്രഹമാണ് നമ്മളെപ്പോഴും പങ്കുവെക്കുന്നത്. പക്ഷേ 400 തടിക്കഷ്ണങ്ങളുമായി വന്ന വണ്ടിയാണ്. അതിലൊരിടത്ത് നിർത്തിയിട്ടിരിക്കുന്നു. അവിടേക്ക് 150 അടി ഉയരത്തിൽ നിന്ന് മണ്ണിങ്ങനെ ഒലിച്ചിറങ്ങുന്നു. അത് എത്ര വേഗത്തിലാണ്, എത്ര ശക്തിയോടെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിങ്ങനെ ഇതിന് മുകളിലേക്ക് വരുന്നു. ഒരുപക്ഷെ ലോറി കരണം മറിഞ്ഞിട്ടുണ്ടാകാം 1, 2, 3 തവണ. അതിനുശേഷം ഈ വടം പൊട്ടി തടിക്കഷ്ണങ്ങൾ ചിതറിയിട്ടുണ്ടാകാം. അപ്പോഴും ഈ ലോറി ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന നമ്മുടെ ചിന്ത എത്ര കണ്ട് പ്രതീക്ഷ പകരുന്നതാണ്. ഈ നോർമലി അതിന്റെ ബെൻസിന്റെ കൊളിഷന്റെ ഒരു ടെസ്റ്റിംഗ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. യൂട്യൂബ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് എത്രത്തോളം ഇമ്പാക്ട് അത് കൈകാര്യം. കാരണം കട്ടിയുള്ള ഒരു പദത്തിൽ ചെന്ന് ഇടിച്ച്
എത്രത്തോളം പൊല്യൂഷൻ ഇതിൽ താങ്ങാൻ പറ്റുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോ നമ്മുടെ പ്രതീക്ഷ വെച്ച് പുറത്തുകൊണ്ട് എന്താ തെറ്റ്? കാരണം ഇത് ശക്തിയോടെ പറ്റുന്ന വളരെ വലിയ ടൺ കണക്കിന് നൂറുകണക്കിന് ടൺ മണ്ണാണ് വന്ന് വീഴുന്നത്. അതിന് പുറത്ത് ജലത്തിന്റെയും വിവരമുണ്ട്, പിന്നെ ഇമ്പാക്ടിന്റെ ആ ഒരു ആഘാതം, മണ്ണ് വന്ന് വീഴുന്നതിന്റെ ഇമ്പാക്ട് കൂടി അതിനകത്തുണ്ട്. അപ്പോ പോകാം, അല്ലെങ്കിൽ അവിടെ തന്നെ അമർന്നു പോകും. രണ്ടും സാധ്യതയുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ തെറിച്ച് പുഴയിലൊക്കെ പോയി ഇത് നമ്മള് ധൃതി പിടിച്ച് പല ഏജൻസികളും അങ്ങനെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോ ഈ സാധ്യതയെ കുറിച്ച് നോക്കണ്ടേ? കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അവിടെ ഇല്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എനിക്കതിനോട് പേഴ്സണലായിട്ട് എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം തടിക്കഷ്ണങ്ങൾ ഒരെണ്ണമെങ്കിലും നദിയിലൂടെ ഒഴുകി പോകേണ്ടത് കാണുന്നതാണ്. അത് ഉണ്ടായിട്ടില്ലല്ലോ. തടി ഏതായാലും നദിയിൽ മുങ്ങിപ്പോകില്ല. ശരിയാണ്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ഈ തടി നദിയിലെ ഒരു ഭാഗത്ത് നിന്നും ഇതുവരെ ഒരു തടിക്കഷ്ണം പോലും കണ്ടെത്താനായിട്ടില്ല. അങ്ങനെയെങ്കിൽ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഇന്നലെ കർണാടക സർക്കാരും ഇന്ന് സൈന്യവും പറയുന്നു മണ്ണിനടിയിലില്ല, കരയിലില്ല അർജുനും ലോറിയും എന്നവർ അടിവരയിട്ട് പറയുന്നു. വീണ്ടും ചോദ്യം പ്രസക്തമാണ്. അപ്പോഴും ഈ അർജുനെ അടുത്തറിയുന്നവർ, അർജുൻ്റെ കുടുംബം, സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കരയിൽ ഈ ആദ്യം മൺകൂന ഉണ്ടായിരുന്ന ഇടത്ത് നിന്ന് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി മറ്റൊരിടത്തേക്ക് ഇട്ടുവല്ലോ, അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സംശയം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്.